ഹലോ. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു സ്ഥലം വരെ പോയേട്ടാ. അപ്പോൾ കുറേ നാളായിട്ടൊന്ന് പോയിട്ട് 2 വർഷത്തോളമായിട്ടാണ് പോയിട്ട്. അങ്ങനെ അങ്ങോട്ടുള്ള യാത്രയാണ്. അപ്പോൾ രാവിലെ തന്നെയായിട്ടാ. അപ്പോൾ കുഞ്ഞാപ്പിയാണെങ്കിൽ ഉറക്കത്തിൽ നിന്ന് എണീറ്റ് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ നമ്മൾ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ആലുവ മണപ്പുറം. ശിവരാത്രി സമയത്തൊന്നും നമ്മൾ കൂടെ നിൽക്കാനേ സ്ഥലം ഉണ്ടാവില്ല കേട്ടോ. അത്രയ്ക്ക് തിരക്കായിരിക്കും. അപ്പോൾ കുഞ്ഞാപ്പി ഭയങ്കര ചിരിയൊക്കെ ആയിരുന്നു. കാരണം വേറെ ഒന്നല്ല, കുഞ്ഞാപ്പിനോട് നമ്മൾ പറഞ്ഞ് കാർ മേടിച്ചു തരാം എന്നൊക്കെ പറഞ്ഞാണ് കൊണ്ടുപോയത്. ആ ഒരു പെട്ടിക്കട ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഇവിടെ നിന്ന് നമ്മൾ കുറച്ച് സാധനം മേടിച്ചു കൊടുത്ത് കുഞ്ഞിക്ക് ബബിൾ ഊതനുണ്ടല്ലോ, അതാട്ട മേടിച്ചു കൊടുത്തത്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ കുറേ നാളായി. അപ്പോൾ അവിടെ ബലിതർപ്പണമൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. അവിടെ ഇഷ്ടംമാതിരി ആൾക്കാർ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങോട്ടൊക്കെ ഒന്ന് നടന്ന് നിങ്ങളെ കാണിച്ചു തരാം. കണ്ട പാലം. അപ്പോൾ നമ്മൾ അങ്ങോട്ടൊക്കെ ഒന്ന് നടന്ന് കുഞ്ഞിനെ പശുവിനെ കാണിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. കുഞ്ഞാപ്പി ഭയങ്കര ഹാപ്പി ആയിട്ടൊക്കെ നടക്കണം. ആദ്യം ഭയങ്കര മൂഡ് ഔട്ടായിരുന്നു. കാരണം രാവിലെ എണീറ്റ് ഭയങ്കര ഒരു 7 മണിയായിട്ട് നമ്മളെത്തി. മഞ്ഞത്തൊക്കെ കൂടിയാണല്ലോ നടക്കണേ. അപ്പം ചെറിയൊരു ബുദ്ധിമുട്ട് കുഞ്ഞിക്കുണ്ടായിരുന്നു. പിന്നെ ട്രെയിനൊക്കെ കാണിച്ചു കൊടുത്തു. അവിടെ നിന്ന് നമുക്ക് ട്രെയിനൊക്കെ പോകുന്നത് കാണാട്ടെ, പുഴയുടെ മേലെ കൂടെ. അപ്പോൾ നമ്മൾ തൊഴുത് ഇറങ്ങിയാണ്. അപ്പോൾ ഒരുപാട് അയ്യപ്പ ഭക്തന്മാരുണ്ടായിരുന്നു കേട്ടോ അവിടെ. അപ്പോൾ അവിടെയൊക്കെ മാലയിട്ട് ഭഗവാനെ തൊഴുകാൻ വേണ്ടി വന്നേക്കായിരുന്നു. അപ്പോൾ കണ്ടതേ, ഞാൻ പറഞ്ഞില്ലേ ട്രെയിൻ പോകണ്ട. അപ്പോൾ ഇത്രയേ ഉള്ളൂ. കുഞ്ഞിക്ക് അതൊക്കെ കാണിച്ചു കൊടുത്തു. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ബൈ.